ഇസ്രായേലിനെ അവസാനിപ്പിക്കുക എന്ന് ടെഹ്റാനിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് സ്ഥാപിച്ചിരിക്കുന്നതാണ് കേട്ടത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു പ്രഖ്യാപിതമായ ഒരു രാജ്യത്തെ അവസാനിപ്പിക്കണം എന്നുള്ള തീരുമാനമാണ്. അവർക്കതിൽ റിഗ്രറ്റ്സ് ഇല്ല. അപ്പോൾ സ്വാഭാവികമായും ആരെ അവസാനിപ്പിക്കണം എന്നിവർ പറയുന്നു, അവരൊരു കരുതലെടുക്കുന്നത് അങ്ങനെ സംഭവിക്കില്ലേ? ഞാൻ ഒന്ന് മറുചോദ്യം ചോദിച്ചോട്ടെ. ഹൂ ഈസ് ഇറാൻ? 79 പൊട്ടിവീണ രാജ്യമാണോ ഇറാൻ? എത്ര കാലം ഇസ്രയേലുമായി വലിയ ചങ്ങാത്തം, അറബി രാജ്യങ്ങളുമായി ഇസ്രയേൽ മുട്ടമിട്ട് നിന്നപ്പോൾ ഇസ്രയേലിനെ ചേർത്ത് പിടിച്ചൊരു രാജ്യമാണ് ഇറാൻ എന്ന് ഓർക്കണം. അപ്പോൾ അറബി വിരുദ്ധതയാണ് പലപ്പോഴും ഇറാൻ്റെ ഒരു പൊളിറ്റിക്കൽ DNA. ഇപ്പോൾ 79 അമേരിക്കയുമായിട്ട് തെറ്റി. അപ്പോൾ അമേരിക്ക കൊണ്ടുവന്നിരുന്ന ഷാ പഹലവി രണ്ടാമൻ്റെ ഭരണം ദുസ്സഹമായപ്പോൾ ഒരു ജനകീയ വിപ്ലവത്തിലൂടെ, ഇസ്ലാമിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ജനകീയ വിപ്ലവത്തിലൂടെ ഇറാനിൽ ഒരു പുതിയ ഭരണകൂടം ഉണ്ടായി. ആ ഭരണകൂടത്തെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ടിരുന്നത് ആൻറ്റി അമേരിക്കനിസമാണ്. നോക്കൂ, എല്ലാ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കും ഒരു രീതിശാസ്ത്രമുണ്ട്. ഒരു ശത്രുവിനെ കണ്ടെത്തും. അത് ഹിറ്റ്ലർ ആണെങ്കിലും മുസോളിനി ആണെങ്കിലും എല്ലാവരും ഒരു ദുർബലനായ ശത്രുവിനെ കണ്ടെത്തി അത് വലിയ ശത്രുവാണെന്ന് കരുതി അതിനെതിരെ രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്താൻ ഒരു ശത്രു ആവശ്യമാണ്. ദേവത്തെ കൺവീനിയൻ. ഇത് ദുർബലനായ ശത്രുവല്ല, വളരെ വിഖ്യാതനായ ശത്രുവായി പോയി അമേരിക്ക. ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രയേൽ എന്ന ചാൻറ്റിംഗ് ആണ് ഇറാൻ്റെ സംവിധാനത്തെ പിടിച്ചു നിർത്തിയത്. അതിനെ അവർ പ്രത്യയശാസ്ത്രം എന്ന് വിളിക്കും. നമ്മളൊക്കെ വിളിക്കുന്നത് എക്സ്പോർട്ടിംഗ് ടെറർ ടു അതർ കൺട്രീസ് ടു എൻസർക്കിൾ ഇസ്രയേൽ. ആത്യന്തികമായി അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരെ, ഇസ്രയേൽ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു. ഇനി നോക്കൂ, എത്ര മനോഹരമായിട്ടാണ്. സ്വല്പം അഭിമാനം പണയപ്പെടുത്തേണ്ടി വന്നാലും വീട്ടിൽ തീ പുകയുന്നു എന്ന് ഉറപ്പുവരുത്തി സൗദി അറേബ്യ. അവർക്കറിയാം എണ്ണ സമ്പന്നമാണ് സൗദി അറേബ്യ. അമേരിക്കയുടെ മുട്ടം വിട്ട് നിന്നാൽ ഈ എണ്ണ കുഴിച്ചെടുക്കാനാവില്ല, ടെക്നോളജിയും കിട്ടില്ല, കടത്തിക്കൊണ്ട് പോകാനുമാവില്ല. ഡോണ്ട് പ്രൊവോക്ക് എ പോർക്യുപൈൻ. അതുകൊണ്ട് സൗദി അറേബ്യ അമേരിക്കയുടെ ഓരം ചേർന്ന് നിന്നു. ഇസ്രയേൽ ഇഷ്ടമൊന്നുമല്ലായിരുന്നു പണ്ട്. പക്ഷേ ഇസ്രയേലുമായി എതിർപ്പുള്ളപ്പോഴും അമേരിക്കയുടെ ഓരം ചേർന്ന് നിന്നു. അറബ് അമേരിക്കൻ കമ്പനി അവിടെ വന്നു, അറാംകോ വന്നു, വൻതോതിൽ ഡ്രില്ലിംഗ് ഉണ്ടായി. സൗദി ഇന്ന് ഇവിടെ നിൽക്കുന്നു. ഇതേ മാർഗം തന്നെയാണ് UAE, പിന്നെ അതുപോലെ ഖത്തർ, ബഹ്റൈൻ. ഇതൊന്നും തന്നെ അമേരിക്കയെ വെറുപ്പിക്കുന്നില്ല. അമേരിക്ക എന്തെല്ലാം ആഗ്രഹിച്ചോ, ബിസിനസ് ആഗ്രഹിച്ചു, വിമാനങ്ങൾ വിൽക്കാൻ ആഗ്രഹിച്ചു. എന്തുമാത്രം വിമാനങ്ങളാണ് സൗദിക്കുള്ളത്? എല്ലാം അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളല്ലേ? UAEക്കുള്ളതെല്ലാം അമേരിക്കൻ നിർമ്മിത വിമാനങ്ങളല്ലേ? ചൈനയും റഷ്യയും അടുപ്പിക്കാതെ അമേരിക്കൻ സ്വാധീനത്തിൽപ്പെട്ട് ഒരു വലിയ ആലസ്യത്തിൽ സന്തോഷമായി നിൽക്കുകയാണ്. ഞങ്ങളുടെ സുരക്ഷ അമേരിക്ക ചെയ്യും. ഇസ്രായേൽ ആക്രമിച്ചാലും ഇറാൻ ആക്രമിച്ചാലും അമേരിക്ക സുരക്ഷിതത്വം ഒരുക്കും. ഇതൊരു പ്രായോഗിക ചിന്തയാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു നിലപാടാണ് നമ്മുടെ പറയേണ്ടി വരും അല്ലേ? അഭിമാനമാണോ സൗകര്യമാണോ വലുത്? ഒരു ജനതയുടെ നിലനിൽപ്പ് ഒരു പ്രശ്നമാണല്ലോ. ഒരു ലോങ് റണ്ണിൽ ജനതയുടെ നിലനിൽപ്പല്ല, രാജഭരണത്തിൻ്റെ നിലനിൽപ്പാണ്. സൗദിയുടെ ഉൾപ്പെടെ രാജഘടനകളുടെ നിലനിൽപ്പ് സാധ്യമാക്കണമെങ്കിൽ അമേരിക്കയെ പിണക്കരുത്. ഏത് അട്ടിമറിയെയും അമേരിക്ക മുൻകൂട്ടി കണ്ട് പ്രതിരോധിച്ചോളും. സൗദിയിലൊന്നും അട്ടിമറി നടക്കുന്നില്ല. അട്ടിമറി നടക്കുന്നത് എപ്പോഴാണ്? ജനങ്ങൾക്ക് ദുരിതം ഉണ്ടാകുമ്പോഴാണ്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ. ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ എന്ത് അട്ടിമറി? അല്ലെങ്കിൽ ആ അറബി രാജ്യത്തെ രാഷ്ട്രീയം മറ്റൊന്നാവുമായിരുന്നില്ലേ? പക്ഷേ പണമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നല്ല ഉന്നതരുമായ സൗഹൃദം സഹായിക്കും. ടെക്നോളജി വിൽ കം. പിന്നെ ടെക്നോളജിക്ക് പുറമേ നൽകുന്നൊരു ഈ ഊച്ചാളി ഫീസ് എന്നൊക്കെ തെക്കൻ ഭാഗത്ത് പറയുന്നൊരു സാധനം, ഊച്ചാളി ഫീസ്. അതായത് റൗഡി പണം. ഇപ്പോൾ റൗഡി ഒരു കാര്യം നിലനിർത്തുന്നതിന് വേണ്ടി റൗഡികൾക്ക് കൊടുക്കുന്ന ഒരു പകിട, അത് കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആ പകിട കൊടുത്ത് ആ റൗഡികളെ, അല്ലെങ്കിൽ റൗഡി എന്ന് ഞാനൊക്കെ പറഞ്ഞതേ ഉള്ളൂ, താവളങ്ങൾ, അതെ, ഒരു തരം നോക്കുകൂലിയാണ്. ഇതങ്ങോട്ട് കൊടുത്ത് നിർത്തിയാൽ അവർ സൗകര്യപൂർവ്വം ഈ ഭരണകൂടങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നു. അതുപോലെ എണ്ണ ഉത്പാദനം അഭംഗുരം നടക്കുന്നു, പ്രതിരോധം നടക്കുന്നു. എണ്ണ കടത്തിക്കൊണ്ടുപോകാൻ ഹോർമൂസ് കടലെടുക്ക് കടത്തി ഇറാൻ അങ്ങോട്ട് അടച്ചാൽ ഏതവനാടായി ഹോർമൂസ് അടയ്ക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് അമേരിക്ക ചാടി വീഴില്ലേ? പക്ഷെ ഇപ്പോൾ ഈ മർമ്മത്ത് നോക്കിയാണ് ഇറാൻ പ്രഹരിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.